8 ദിവസത്തെ യാത്രയ്ക്കാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര നിലയത്തിലെത്തിയത്. തിരിച്ചുവരേണ്ട പേടകത്തിലെ സാങ്കേതിക തകരാറു കാരണം ഇരുവരും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിട്ട് 3 മാസമായി. ഇനി 2025 ഫെബ്രുവരിയിലെ അവർക്ക് ഭൂമിയിലെത്താൻ കഴിയൂ എന്നാണ് നാസ പറയുന്നത്. അതുവരെ ബഹിരാകാശ നിലയത്തിലെ സംഘത്തോടൊപ്പം വിവിധ പരീക്ഷണങ്ങളിൽ വ്യാപൃതരാകാനാണ് നാസയുടെ നിർദ്ദേശം. വിമാന കമ്പനിയായ ബോയിംഗ് ബഹിരാകാശ യാത്രകൾക്കായി വികസിപ്പിച്ച സ്റ്റാർ ലൈനർ പേടകത്തിൽ മനുഷ്യനെ കയറ്റിയ ആദ്യ യാത്രയിലാണ് സുനിതയും വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. അതിനിടെ ബഹിരാകാശ സ്റ്റേഷനിൽ നിന്നും വേർപെട്ട സ്റ്റാർ ലൈനർ പേടകം മനുഷ്യരില്ലാതെ സ്വയം നിയന്ത്രിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. മടക്കയാത്രയിൽ പേടകത്തിന്റെ ത്രസ്റ്റർ പരാജയപ്പെട്ടതിനാൽ സുനിതയെയും വിൽമോറിനെയും കൊണ്ടുവരാത്തത് ഉചിതമായ തീരുമാനമെന്ന് നാസ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് അപ്പോളോ 13 സർവൈവൽ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി OTTയിൽ റിലീസ് ചെയ്തു. 1970 ഏപ്രിൽ 11-ന് ആരംഭിച്ച അപ്പോളോ 13 ദൌത്യത്തിന്റെ ത്രസിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഡോക്യുമെന്ററിയിലെ ഉള്ളടക്കം. 3 US യാത്രികരെ ചന്ദ്രനിൽ ഇറക്കി തിരികെ എത്തുക എന്ന ലക്ഷ്യവുമായാണ് കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അപ്പോളോ 13 ദൌത്യവും വഹിച്ചുകൊണ്ടുള്ള ശക്തമായ സാറ്റേൺ V റോക്കറ്റ് കുതിച്ചുയർന്നത്. പേടകം ഭൂമിയിൽ നിന്ന് 3 ലക്ഷം കിലോമീറ്റർ ദൂരം എത്തിയപ്പോൾ സർവീസ് മൊഡ്യൂളിലെ ഒരു ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ച് ദുരന്തമുണ്ടായി. ബഹിരാകാശത്ത് കറങ്ങി നടന്ന പേടകത്തെയും 3 യാത്രികരെയും ഭൂമിയിലെത്തിക്കാനാണ് പിന്നെയുള്ള ശ്രമം. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന അത്യന്തം ഉത്കണ്ഠ നിറഞ്ഞ ദൌത്യത്തിനൊടുവിൽ പേടകം ഭൂമിയിലിറങ്ങി. ബഹിരാകാശ യാത്രയിലെ ഈ ദുരന്ത ശുഭ പര്യവസാനിയായ സംഭവത്തിന് ഇപ്പോൾ പ്രസക്തിയേറുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അനിശ്ചിതമായി കുടുങ്ങിപ്പോയ ഇന്ത്യൻ വംശജ സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറിന്റെയും അനുഭവം അപ്പോളോ 13-വുമായി ചിലരെങ്കിലും താരതമ്യം ചെയ്യുന്നുണ്ട്. ജൂൺ 7-നാണ് സുനിതയും വിൽമോറും ബോയിംഗ് കമ്പനിയുടെ സ്റ്റാർ ലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിയത്. ജൂൺ 13-ന് മടങ്ങാനായിരുന്നു പദ്ധതി. സ്റ്റാർ ലൈനറിന്റെ ആദ്യ പരീക്ഷണ പറക്കലായിരുന്നു. എന്നാൽ പേടകത്തിലുണ്ടായ ഹീലിയം ചോർച്ച എല്ലാം മാറ്റിമറിച്ചു. ഏതാനും ദിവസങ്ങൾ എന്ന് കരുതിയിരുന്ന ദൌത്യം പേടകത്തിന്റെ തകരാറുകൾ കാരണം 3 മാസം പിന്നിട്ടിട്ടും അനിശ്ചിതത്വത്തിൽ തുടരുന്നു. ഇനിയും 6 മാസം കൂടി സുനിതയ്ക്കും വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങേണ്ടി വരുമെന്നാണ് നാസ അടുത്തിടെ വെളിപ്പെടുത്തിയത്. ഇലോൺ മസ്കിന്റെ സ്പേസ് X9 എന്ന പേടകത്തിൽ ഇരുവരെയും ഭൂമിയിലെത്തിക്കാനാണ് നാസയുടെ ഇപ്പോഴത്തെ ശ്രമം. അതിനു മുൻപ് അവർ യാത്ര ചെയ്ത കാലിപ്സോ മൊഡ്യൂളിനെ യാത്രികരാരുമില്ലാതെ ഭൂമിയിലെത്തിച്ചേക്കും. 5 ദിവസത്തെ യാത്ര അനിശ്ചിതമായി തുടരുന്നതിൽ ഒട്ടേറെ പ്രതിസന്ധികൾ സുനിതയും വിൽമോറും നേരിടുന്നുണ്ട്. ദീർഘകാലത്തേക്കുള്ള വ്യക്തിഗത സാധനങ്ങളൊന്നും അവരുടെ കൈവശമില്ല. അതുകൊണ്ടുതന്നെ നിലയത്തിലെ മറ്റു സഞ്ചാരികളുടെ വിഭവങ്ങൾ പങ്കിടേണ്ടി വന്നു. നിലയത്തിലെ ടോയ്ലറ്റിന്റെ തകരാർ പരിഹരിക്കാനുള്ള പമ്പ് ഘടിപ്പിക്കാനായി സുനിതയുടെയും വിൽമോറിന്റെയും ലഗേജ് സ്റ്റാർലൈനർ പേടകത്തിൽ നിന്ന് മാറ്റേണ്ടി വന്നതും ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതിനിടെ നോർത്ത്രോപ്പ് ഗ്രൺമാൻ എയറോസ്പേസ് കമ്പനിയുടെ സിഗ്നസ് ചരക്കുപേടകം എത്തിയതിനെ തുടർന്ന് ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ പ്രതിസന്ധി മാറിക്കിട്ടി. 3700 കിലോ സാധനങ്ങളിൽ ഭക്ഷണവും കുടിവെള്ളവും വസ്ത്രങ്ങളും ഓക്സിജനും ആവശ്യത്തിനുണ്ടെന്ന് നാസ പറഞ്ഞു. അവിചാരിതമായ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിതയെയും വിൽമോറിനെയും ഫുൾ ടൈം ക്രൂവിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് നാസ. മൈക്രോഗ്രാവിറ്റി പരീക്ഷണം, നിലയത്തിന്റെ പരിപാലനം, ബഹിരാകാശ നടത്തം തുടങ്ങി അനവധി ദൌത്യങ്ങളിൽ ഇരുവരും സജീവമാണ്. ബഹിരാകാശത്ത് ഫൈബർ ഒപ്റ്റിക് കേബിൾ നിർമ്മിക്കാനുള്ള സങ്കേതങ്ങൾ പരീക്ഷിക്കുകയാണ് സുനിത. ഇതോടൊപ്പം കൃഷിയിലും ഒരു കൈ നോക്കുന്നുണ്ട്. നിലയത്തിൽ അധികകാലം താമസിക്കുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ പോഷകഭക്ഷണം നൽകുന്ന സസ്യങ്ങളെ വളർത്തുന്ന പരീക്ഷണത്തിലുമാണ് അവർ. വെജിറ്റബിൾ പ്രൊഡക്ഷൻ സിസ്റ്റം അഥവാ വെഗ്ഗി എന്നാണ് ഈ സസ്യപരിപാലനത്തെ പറയുന്നത്. ദൌത്യം നീളുന്നതിന്റെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ പൂച്ചെടികളും നിലയത്തിൽ സുനിത വളർത്തുന്നു. ഭൂമിയിലുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇടയ്ക്കിടെ വീഡിയോ കോളും ഇമെയിൽ സന്ദേശവും സുനിതയ്ക്ക് വലിയ ആശ്വാസമാണ്. നിലയത്തിൽ ഗുരുത്വമില്ലാത്ത അവസ്ഥയിൽ കൂടുതൽ കാലം കഴിയുന്ന സഞ്ചാരികൾക്ക് സംഭവിക്കുന്ന പേശിക്കും അസ്ഥിക്കുമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കായി വിവിധ കായിക പരിശീലനവും സുനിതയും വിൽമോറും നടത്തിവരുന്നു. നിലയത്തിൽ സഞ്ചാരികൾ കുടുങ്ങിപ്പോകുന്നത് മുമ്പും സംഭവിച്ചിട്ടുണ്ട്. നാസയുടെ ഫ്രാങ്ക് റൂബിയോയും 2 റഷ്യൻ സഞ്ചാരികളും എത്തിയ സോയൂസ് പേടകത്തിൽ ബഹിരാകാശ മാലിന്യമിടിച്ച് ചോർച്ചയുണ്ടായത് കാരണം അവർക്ക് 1 വർഷത്തിലേറെ നിലയത്തിൽ കഴിയേണ്ടി വന്നു. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ സുനിതയെയും വിൽമോറിനെയും തിരിച്ചുകൊണ്ടുവരുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ദൌത്യം അടുത്ത വർഷം ഫെബ്രുവരിയിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ്.
ഈ മാസം 24-നാണ് ക്രൂ ഡ്രാഗൺ വിക്ഷേപണം. ഇതിൽ 4 യാത്രികർ പോകാനിരുന്നതാണ്. പക്ഷേ സുനിതയ്ക്കും വിൽമോറിനും തിരിച്ചുവരാനായി 2 പേർ മാത്രമേ പോകുന്നുള്ളൂ. തിരിച്ചുവരുമ്പോൾ ഇവർക്കൊപ്പം ദൌത്യം പൂർത്തിയാക്കിയ നിലയത്തിലെ 2 സഞ്ചാരികളും ഭൂമിയിലേക്ക് തിരിക്കും. ശാന്തമഹാസമുദ്രത്തിലാണ് ക്രൂ ഡ്രാഗണിന്റെ ലാൻഡിംഗ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ 2 പേടകങ്ങൾ കൂടി പാർക്ക് ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ സോയൂസും സ്പേസ് എക്സുമാണിത്. ഇതിൽ സ്പേസ് എക്സ് 4 സഞ്ചാരികളുമായി ഈ മാസം ഭൂമിയിലേക്ക് മടങ്ങും. കഴിഞ്ഞ മാർച്ചിൽ നിലയത്തിലെത്തിയവരാണ് ഈ 4 പേർ. ഇതിനു തൊട്ടുപിന്നാലെയാണ് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര നിലയത്തിലെത്തുന്നത്. ഈ പേടകത്തിലാണ് സുനിതയുടെയും വിൽമോറിന്റെയും മടക്കയാത്ര പ്രതീക്ഷിക്കുന്നത്.